ഇടുക്കി ചിന്നക്കനാലിൽ കൈവശമുള്ള അധിക ഭൂമി തിരിച്ചു നൽകാൻ മാത്യു കുഴൽനാടൻ തയ്യാറാകണമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾക്ക് നൽകണമെന്നും ഇല്ലെങ്കിൽ CPM ഭൂമി പിടിച്ചെടുക്കുമെന്നും ഇതിനായി ഏതറ്റം വരെയും പോകുമെന്നും CV വർഗീസ് പറഞ്ഞു. വക്കീൽ ജോലിക്കിടയിൽ സമാന്തര ബിസിനസ് നടത്തരുതെന്ന ചട്ടം കുഴൽനാടൻ ലംഘിച്ചെന്നും വിദേശത്ത് കമ്പനികളുണ്ടെന്ന് കേൾക്കുന്നുവെന്നും പണത്തിന്റെ ഉറവിടം കുഴൽനാടൻ വ്യക്തമാക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ എല്ലാം കൊണ്ടും മാത്യു കുഴൽനാടൻ ഒരു ദുരൂഹതയുടെ ആളാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇടുക്കി ജില്ലയിലെ ജനതയെ ഒരു നല്ല കറവ പശുവായി ഉപയോഗിച്ചു. അതിൻ്റെ ഭാഗമായി ഭൂമി വാങ്ങി. ധാർമ്മികതയുണ്ടെങ്കിൽ ന്യായമൊന്നും വേണ്ട, അദ്ദേഹം സ്ഥലം നിങ്ങൾ എടുത്തോളെന്ന് പറയണ്ടേ. അതുകൊണ്ട് അത് ധാർമ്മികത കാണിക്കത്തില്ല, ആൾരൂപത്വമാണ്, ദുരൂഹതയാണ്. വലിയ നില പണം സമ്പാദിച്ചു. വിദേശത്ത് 10 കമ്പനികൾ അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയുന്നത്. വക്കീൽ ജോലിക്കിടയിൽ സമാന്തരമായ മറ്റൊരു ബിസിനസ്സുകൾ നടത്താൻ പാടില്ല എന്നുണ്ട്. ഇത് മാത്യു കുഴൽനാടൻ ബാധകമല്ലേ? റിസോർട്ട് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് കമ്പനി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് താൻ പറയുന്ന ധാർമ്മികതയുടെ യാതൊരു പങ്കുമില്ല. ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ്, ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾക്ക് കൊടുക്കണം. ഭൂരഹിതരായ ആളുകൾ കൊടുക്കുന്നതിന് സർക്കാർ കണ്ടെത്തിയ ഭൂമിയിലേക്ക് ഞങ്ങൾ ആലോചിച്ച് ബഹുജനങ്ങളെ അണിനിരത്ത് മാർച്ച് നടത്തും. ഏതറ്റം വരെ സർക്കാരിലേക്ക് പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി തിരിച്ച് വിടുന്നില്ല എങ്കിൽ ആ ഭൂമി ജനങ്ങളെ ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ആരോഗ്യം സർക്കാരിനെ കാണിച്ചു കൊടുക്കും. സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ആ നിലപാടിലേക്ക് ഞങ്ങൾ പോകും.